നമസ്കാരം. നമുക്കിന്ന് കണക്കിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് പോസിറ്റീവ് സംഖ്യകൾ, നെഗറ്റീവ് സംഖ്യകൾ, അവയുടെ ആഡീഷൻ, സബ്ട്രാക്ഷൻ, ഹരണം, ഇവയൊക്കെ ചിലർക്ക് പാടാണെന്ന് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും അതെന്താണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസം ഓരോന്നായിട്ട് പഠിക്കാം. ഇന്ന് നമുക്ക് എന്താ പഠിക്കുക? അഡീഷൻ പഠിക്കാം. അതായത് സങ്കലനം പഠിക്കാം, കൂട്ടാൻ പഠിക്കാം. പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും തമ്മിലുള്ള സങ്കലനം നമുക്ക് പഠിക്കാം, അഡീഷൻ. അപ്പം നോക്കിക്കേ, ഒരു പോസിറ്റീവും കൂട്ടിയാൽ പോസിറ്റീവാണ് കിട്ടുന്നത്. നെക്സ്റ്റ് 2 നെഗറ്റീവ് സംഖ്യകൾ കൂട്ടിയാൽ നെഗറ്റീവ് സംഖ്യ കിട്ടും. ഇനി വ്യത്യസ്ത സംഖ്യയാണെങ്കിൽ, അതായത് 1 നെഗറ്റീവും 1 പോസിറ്റീവുമാണെങ്കിൽ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ച് വലിയ സംഖ്യയുടെ ചിഹ്നം ഉത്തരത്തിൽ ചേർക്കണം. അഡീഷന് എന്തൊക്കെയാണ് അഡീഷന് വേണ്ടുന്നത്? നിയമങ്ങൾ, അഡീഷൻ്റെ നിയമങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചു ഇല്ലേ? അഡീഷൻ്റെ നിയമങ്ങൾ എന്താണ്? അഡീഷൻ്റെ നിയമങ്ങൾ, രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ഉത്തരവും പോസിറ്റീവ് ആയിരിക്കും. അതായത് ഇതും പോസിറ്റീവ് ഇതും പോസിറ്റീവ് ആണെങ്കിൽ ഉത്തരം എന്താണ്? പോസിറ്റീവാണ്. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നതെല്ലാം പോസിറ്റീവാണ് കേട്ടോ. അത് നമ്മൾ എടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതായത് പോസിറ്റീവ് 5ഉം പോസിറ്റീവ് 3ഉം കൂടെ കൂട്ടിയാൽ പോസിറ്റീവ് 8. വേണമെങ്കിൽ നമുക്ക് ചിഹ്നം ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഒന്നും കൊടുത്തില്ലെങ്കിലും അർത്ഥം എന്താണ്? അത് പോസിറ്റീവ് ആണ്. അടുത്ത എന്താണ്? നെഗറ്റീവും ഒരു നെഗറ്റീവും കൂടെ കൂട്ടിയാൽ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? നെഗറ്റീവ് കിട്ടും. മനസ്സിലായോ? നെഗറ്റീവ് കിട്ടും. അതായത് നെഗറ്റീവ് 5ഉം നെഗറ്റീവ് 3ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം. അതായത് നെഗറ്റീവും കൂട്ടിയിട്ട് നെഗറ്റീവ് ചിഹ്നം കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇവിടെ സമത്തിന് പ്ലസിന് അപ്പുറം ഇപ്പുറം ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടിയിട്ട് ആ ചിഹ്നം കൊടുക്കണം. ഇവിടെയും പ്ലസിന് അപ്പുറം ഇപ്പുറം ഒരേ ചിഹ്നമാണെങ്കിൽ കൂട്ടിയിട്ട് ആ ചിഹ്നം കൊടുക്കണം. സിമ്പിൾ. ഇനി ചിഹ്നങ്ങൾ വ്യത്യസ്തമാണെങ്കിൽ എന്താണ്? വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ അതായത് 1 പോസിറ്റീവും 1 നെഗറ്റീവും കൂട്ടണം. എന്ത് ചെയ്യണം? പോസിറ്റീവും നെഗറ്റീവും വന്നാലും, അല്ലെങ്കിൽ 1 നെഗറ്റീവും അടുത്തത് പോസിറ്റീവ് ഇങ്ങനെ വന്നാലും, അതായത് ഈ പ്ലസിന് അപ്പുറം ഇപ്പുറം വ്യത്യസ്ത ചിഹ്നമാണ്, ഒരേ ചിഹ്നമല്ല, വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറച്ചിട്ട് എന്ത് ചെയ്യണം? വലിയ സംഖ്യ ഏതാണോ അത് എഴുതണം. എന്ത് ചെയ്യണം? കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. വലിയ സംഖ്യയുടെ ചിഹ്നം ഇടണം. ഓക്കെ. അതായത് +5ഉം -3ഉം കൂടെ കൂട്ടിയാൽ ഇത് രണ്ടും കൂടെ കുറയ്ക്കുക. കുറച്ചിട്ട് 5ൽ നിന്ന് 3 പോയ എത്ര? 2. വലിയ സംഖ്യ 5 ആയതുകൊണ്ട് അതിൻ്റെ ചിഹ്നം ഇട്ടു. മനസ്സിലായോ? ഇനി -5ഉം +3ഉം വ്യത്യസ്ത സംഖ്യയാണ്, വ്യത്യസ്ത ചിഹ്നമാണ്. കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടി? 5 3ഉം കൂടെ പോയാൽ 2. വലിയ സംഖ്യ 5 ആയതുകൊണ്ട് അതിൻ്റെ ചിഹ്നം മൈനസ് കിട്ടി. മനസ്സിലായോ? കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം എഴുതണം. ഇത്രയേ ഉള്ളൂ കൂട്ടാനുള്ള നിയമങ്ങൾ. ഇത്രയേ ഉള്ളൂ.